ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെയുള്ള വാക്യം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാവരും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷിപ്പീൻ. ദൈവ മക്കൾക്ക് വേണ്ടി ഒരു ഗുണമാണ് എപ്പോഴും സന്തോഷിപ്പീൻ. ഏത് സാഹചര്യത്തിലാണെങ്കിലും സന്തോഷിക്കാൻ കഴിയണം. കർത്താവിന്റെ ആ സമാധാനം നമ്മുടെ ഉള്ളത്തിൽ ആ കർത്താവ് തന്നിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേരെ ആയിരിക്കുമ്പോൾ മാത്രമല്ല സന്തോഷിക്കേണ്ടത്. ക്രിസ്തു യേശുവിൽ ഉറപ്പുള്ള എല്ലാവരും ദൈവമക്കള് എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. കാരണം ഞാൻ ഇന്ന് ആയിരിക്കുമ്പോൾ എന്റെ കർത്താവ് എന്നെ നടത്തുവാൻ മതിയാവില്ല. ഒരു പകൽ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് തന്നെങ്കിൽ ഈ പകൽ എന്നെ ജയത്തോടെ നടത്തുവാൻ കർത്താവ് മതിയാവില്ല. ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പാ, ഇന്ന് പകൽ എന്റെ കർത്താവ് എന്നെ നടത്തും. എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ സന്തോഷിക്കും. ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാ ദൈവമക്കൾ സന്തോഷിപ്പീൻ. അതുകൊണ്ട് വചനം പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മള്. പ്രത്യേക സമയം വെച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ അല്ല, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. എപ്പോഴും കർത്താവിനോട് സംസാരിക്കുന്നവരായിരിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ അവിടെ തിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. നമ്മൾ എവിടെ ആയിരുന്നാലും, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, എപ്പോഴും നമുക്ക് കർത്താവിനോട് കർത്താവുമായിട്ടൊരു ബന്ധം, കർത്താവുമായിട്ടൊരു കൂട്ടായ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. കർത്താവ് ഇന്ന് നമ്മളെ നടത്തുന്നതിനായ സ്തോത്രം. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മൾക്ക് തന്നതിനായ സ്തോത്രം. ഇന്ന് ചിലപ്പോ നിനക്ക് ചില ബുദ്ധിമുട്ടുകൾ നീ നേരിടുന്നുണ്ടായിരിക്കാം. എന്നാൽ അവിടെയും സ്തോത്രം പറയാൻ നമുക്ക് കഴിയണം. കാരണം ഞാൻ സ്തോത്രം പറഞ്ഞ് എന്റെ കർത്താവ് ഈ സാഹചര്യത്തിലും എന്നെ ജയത്തോടെ നിർത്താൻ മതിയായവനാണെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്തോത്രം പറയാനായിട്ട് കഴിയും. ഒരു ബുദ്ധിമുട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് നേരിടുന്നുണ്ടായിരിക്കാം. എന്നാൽ അവിടെ നീ സ്തോത്രം പറയണം. കാരണം എന്റെ കർത്താവ് എന്റെ ഈ ബുദ്ധിമുട്ടുകളെ ഒക്കെയും മാറ്റുവാൻ മതിയായവരാണ്. അത് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിന് നന്ദിയാ പറയുന്നേ കർത്താവിനോട്. നമ്മൾ സ്തോത്രവും സ്തുതിയും കർത്താവിനെ അർപ്പിക്കുമ്പോൾ, നമ്മൾ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, അവിടെ നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ കർത്താവിന് അതാ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കണം. അതാ വചനം പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്തു, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിന്റെ ദൈവ ഇഷ്ടം. എന്നെ നിങ്ങളെ കുറിച്ച് കർത്താവിന്റെ ഇഷ്ടം ഇതാ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. നമ്മളെ കർത്താവ് വിളിച്ച കർത്താവ് നമ്മളെ വഴി നടത്തുവാൻ മതിയാവില്ല, നമ്മളെ ജയത്തോടെ നിർത്തുവാൻ മതിയാവില്ല. എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും ഒരു ബുദ്ധിമുട്ടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് സന്തോഷം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കാരണം എന്റെ കർത്താവ് എന്നെ നടത്തുവാൻ മതിയാവില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എപ്പോഴും കർത്താവുമായിട്ട് ഒരു ബന്ധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽ കൂടി നീ ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. കർത്താവിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം ഇന്ന് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലരും നേരിടുന്നുണ്ടോ നാഥ. ഹല്ലേലൂയ. അവരൊക്കെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കർത്താവെ, നിന്റെ ഈ സ്വർഗീയ സന്തോഷവും സമാധാനം നിന്റെ മക്കളുടെ ഹൃദയങ്ങളുടെ മേൽ അപ്പാ നീ പകരുന്നതിനായ സ്തോത്രം. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുമ്പോൾ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഹല്ലേലൂയ. അപ്പാ, നിന്റെ വചനം, നിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം കർത്താവെ, അപ്പാ നിന്റെ മക്കൾക്ക് നീ പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്തു. ഒരു കൊച്ചു കുഞ്ഞിനെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ കുഞ്ഞിന്റെ മേൽ അപ്പാ നിന്റെ കരം തൊടുന്നതിനായ സ്തോത്രം. കർത്താവെ, ആ മകളുടെ ഭാരത്തെ എടുത്ത് മാറ്റി കർത്താവെ, നിന്റെ അത്ഭുത കരം അവിടെ ചലിച്ചു കർത്താവെ. അല്ലെങ്കിൽ പൂർണ്ണ സൗഖ്യം നിന്റെ കുഞ്ഞിന്റെ മേൽ നീ പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്തു. അപ്പൊ ഇന്ന് എല്ലാ മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ഓരോരുത്തരും നേരിടുന്നതായ ബുദ്ധിമുട്ടുകളുടെ മേൽ അപ്പൊ നിന്റെ കരമുള്ളതിനായ സ്തോത്രം. കർത്താവേ, നീ അവിടെ വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം, അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.